ഫേസ്ബുക്കിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. എനിക്ക് വന്ന ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നാളെ നിങ്ങൾക്കും ഇതുപോലെ ഒരു അനുഭവം വന്നുകൂടായികയില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമ്മുടെ അനുമതിയോടുകൂടി തന്നെ ഫേസ്ബുക്ക് മറ്റൊരാൾ അടിച്ചു മാറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്കാമറിൽ നിന്നും നിങ്ങൾക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ പോലെ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു. ഇവിടെ നോട്ടിഫിക്കേഷൻ വരുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. അങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കിടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ ഗെറ്റ് പേജ് വെരിഫൈഡ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെയാണ് എഴുതിയത്. എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇതുപോലെയാണ് ഓപ്പണായിട്ട് വന്നത്. ശരിക്കും മലയാളത്തിൽ തന്നെ ഇവിടെ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഹലോ, ആകർഷകമായ ഓഫറുമായി ഞങ്ങൾ എത്തിച്ചേരുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ. ഞാനിത് വിശദമായിട്ട് മലയാളത്തിൽ തന്നെയാണല്ലോ, അപ്പോൾ വിശദമായിട്ട് നമുക്ക് വായിച്ച് നോക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേഡ്ജ് ലഭിക്കാൻ പോവുകയാണ്, അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ താഴെ കണ്ടോ നിങ്ങൾ, ഇവിടെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കി. അപ്പോൾ മെറ്റയുടെ ഒഫീഷ്യൽ പേജ് പോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ താഴേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഓക്കെ, ഞാനൊന്ന് താഴേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി. ഇവിടെ അപ്ലൈ എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ശരിക്കും ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് പോകുന്ന പോലെ പോയിട്ട് ഇവിടെ ഒരു വീഡിയോ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യണം. അതും നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്യാൻ കഴിയില്ല, ലാപ്ടോപ്പിൽ ലോഗിൻ ചെയ്തിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. 2 ലിങ്കുകൾ കോപ്പി ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് വെരിഫൈ ആവും, ബേഡ്ജ് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മെസ്സേജുകൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തന്നെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് അവരുടെ കയ്യിലാകും. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാനോ ഉപയോഗിക്കാനോ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഉടനെ ചെയ്യേണ്ട കാര്യം, ആ ഒരു നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ റിപ്പോർട്ട് പോസ്റ്റ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് സ്പാം എന്ന ഭാഗമാണ്. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഉടനെ തന്നെ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇപ്പോൾ സബ്മിറ്റ് ആയിട്ടുണ്ട്, താങ്ക്സ് എന്ന ഭാഗം വന്നിട്ടുണ്ട്. ഇവിടെ താഴെ ഡൺ എന്ന ഭാഗം കൊടുക്കുക. ഈ ഒരു റിപ്പോർട്ട് നേരിട്ട് ഫേസ്ബുക്കിൽ എത്തിച്ചേരുകയും അവർ വെരിഫൈ ചെയ്തിട്ട് ഇത് സ്പാം ആണെങ്കിൽ അല്ലെങ്കിൽ സ്കാം ചെയ്തതാണെങ്കിൽ ഉടനെ തന്നെ ഈ ഒരു ഫേസ്ബുക്കിനെതിരെ നടപടിയെടുക്കുകയും ചെയ്യും. കാരണം ഫേസ്ബുക്കിൽ നിന്ന് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരുന്നെങ്കിൽ അല്ലെങ്കിൽ ബേഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ തന്നെ അതും നമുക്ക് മെയിലായിട്ടാണ് വരിക. ഇതുപോലെ നോട്ടിഫിക്കേഷൻ വന്നാലും ഇങ്ങനെ ലിങ്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫേസ്ബുക്ക് ഒരിക്കലും തന്നെ പറയുകയും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരമാവധി ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.